മന്ദാകിനി ഇന്നലെ തിയേറ്ററുകളിൽ റിലീസായ മലയാള സിനിമയാണ്. ടർബോയുടെയും തലവൻ്റെയും ഒപ്പം റിലീസായതുകൊണ്ട് തന്നെ സെൻറ്റേഴ്സ് വളരെ കുറവാണ് ഈ സിനിമയ്ക്ക്. പക്ഷേ എങ്കിൽ പോലും ഓൺലൈനിലൊക്കെ നല്ല പ്രൊമോഷൻ അവർ ഈ സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല വ്യത്യസ്തമായ പ്രോമോസ് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ട്രെയിലറായാലും പാട്ടുകളായാലും പോസ്റ്റേഴ്സ് ആയാലും ഈവൻ പോസ്റ്റേഴ്സ് വരെ നല്ല രസമുണ്ടായിരുന്നു. അട്രാക്ഷൻ തോന്നിക്കുന്ന തരത്തിലുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുറച്ച് ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. 2 മണിക്കൂർ 7 മിനിറ്റാണ് സിനിമയുടെ ഡ്യൂറേഷൻ. പെർഫെക്റ്റ് ഡ്യൂറേഷനാണ്. ഒരു കൊച്ചു സിനിമയാണിത്. ഒരു ഡ്രാമ കോമഡി സിനിമയാണ്. വളരെ തിന്നായിട്ടുള്ളൊരു സബ്ജക്റ്റും ഈവൻ ഒരു വൺ ലൈനും ഒക്കെ അത്രേ ഉള്ളൂ. പക്ഷേ എങ്കിൽ പോലും നമ്മളെ ഒട്ടും മടുപ്പിക്കാത്ത രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതിന് ഞാൻ പറഞ്ഞ ഈ റൺ ടൈം, ഇതിൻ്റെ ഡ്യൂറേഷൻ തന്നെ ഏറ്റവും വലിയൊരു ഘടകമാണ്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫൊക്കെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് തീരുന്നുണ്ട്. അത് നമ്മളെ ഞാൻ പറഞ്ഞ അത്ര ചെറിയ സബ്ജക്റ്റ് ആണെങ്കിൽ പോലും സ്ക്രീൻ പ്ലേ അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഹാഫ് എനിക്ക് അത്ര ഒരു സെറ്റപ്പായിട്ട് തോന്നിയില്ല. കോമഡികൾ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇതൊരു നമ്മളങ്ങോട്ട് ഹുക്കാക്കുന്നില്ല, ആ ഒരു ഫീലായിരുന്നു എനിക്ക്. പക്ഷേ സെക്കൻഡ് ഹാഫ് നല്ലതായിട്ട് വന്നു. പ്രത്യേകിച്ച് അവസാനത്തെ ഒരു 30 മിനിറ്റ് നല്ല എൻഗേജിങ് ആയിരുന്നു. കുറേ കൂടെ കോമഡികൾ ആ ഭാഗത്ത് വർക്കായി തുടങ്ങി. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ പറയും ഇതൊരു നമ്മളൊരു 4-5 വർഷം മുമ്പ് മലയാള സിനിമയിൽ വിട്ട ഷോർട്ട് ഫിലിമുകളുടെ ഒരു സബ്ജക്റ്റാണ് ബേസിക്കലി ഇത്. ഞാൻ എന്താണെന്ന് പറയുന്നില്ല. അതിനെ വെച്ചിട്ടാണ് ഇവർ ഈ 2 മണിക്കൂർ സിനിമയാക്കിയിട്ടുള്ളത്. പക്ഷേ എങ്കിൽ പോലും നല്ല ആർട്ടിസ്റ്റുകളെന്ന് ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ കോമഡികൾ വർക്കാവുന്നുണ്ട്. ഇപ്പോൾ അൽത്താഫ് സലീമും അനാർക്കലി മരക്കാരുമാണ് ലീഡ്. അൽത്താഫ് സലീം പുള്ളിയുടെ യൂഷ്വൽ സാധനം തന്നെയാണ്. പക്ഷേ ഈ ക്യാരക്ടറിനത് സെറ്റായിരുന്നു. അനാർക്കലി മരക്കാർ പുള്ളിക്കാരി ഒരു സിറ്റുവേഷൻ കഴിയുമ്പോഴത്തേക്ക് വെള്ളം അടിച്ചിട്ടുള്ള കുറച്ച് ഇതുണ്ട്. അവിടെ ഈ ഡബിൽ ഇട്ട് കയ്യിൽ നിന്നിട്ട് കുറച്ച് വെറുപ്പിച്ചതല്ലാതെ പെർഫോമൻസിൽ സെറ്റായിട്ടുണ്ട്. ഡബിൽ പോയതേ ഉള്ളൂ. പിന്നെ കുറച്ച് സ്ത്രീ കഥാപാത്രങ്ങൾ വരുന്നുണ്ട്, അവരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വിനീത് തട്ടിൽ ഈ സിനിമയുടെ ഷോ സ്റ്റീലർ എന്ന് വേണേൽ പുള്ളിയെ പറയാം. കിഡിലം പെർഫോമൻസ് ആയിരുന്നു. ഗുരുവായൂർ അമ്പലനടയിൽ പൃഥ്വിരാജും ബേസിലിനും പോലെ ഇതിൽ അൽത്താഫിൻ്റെ അളിയൻ്റെ ക്യാരക്ടറാണ് പുള്ളി ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഡയറക്ടർമാർ ഈ സിനിമയിലുണ്ട്. ലാൽ ജോസ്, അജയ് വാസുദേവ്, അൽത്താഫ് സലീം, ജൂഡ്. അജയ് വാസുദേവിൻ്റെ പെർഫോമൻസും വിനീത് തട്ടലിനെ പോലെ എനിക്ക് ഭയങ്കരമായിട്ട്, കാരണം പുള്ളി വില്ലൻ വേഷമൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ കോമഡി നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ടെക്നിക്കലി സിനിമ സെറ്റാണ്. ഈ ഒരു കൊച്ചു സിനിമയാണ്, ചെറിയ ബഡ്ജറ്റ് ചെയ്തതാണ്. പക്ഷേ എങ്കിൽ പോലും കുറ്റമൊന്നും പറയാനില്ല. നീറ്റായിട്ട് വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫും അവസാനത്തെ ഭാഗങ്ങളൊക്കെ വർക്ക് ആയതുകൊണ്ട് തന്നെ സിനിമ പേഴ്സണലി ഒരു പൈസ പോയെന്നൊന്നും തോന്നിയില്ല. എന്നാൽ ഇത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം. അത്ര ചിരിച്ചു മറിഞ്ഞ് അങ്ങനത്തെ ഒരു പടമല്ല. ത്രോട്ടൊരു ചിരി ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും പൊട്ടിച്ചിരിക്കുന്ന സംഭവമല്ല. ചെറിയ ലൈറ്റ് ചിരികളാണ്. അത് ഒരു OTT ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് നല്ലതായിട്ട് പ്രശംസ കിട്ടാൻ സാധ്യതയുള്ളൊരു പരിപാടിയാണെന്ന് തോന്നുന്നു. നിങ്ങൾ ഇപ്പോൾ തലവനും ടർബോയൊക്കെ കണ്ടിട്ട് ഇരിക്കുവാണെങ്കിൽ ഈ സിനിമയ്ക്ക് എന്തായാലും പോയി ഒന്ന് കണ്ടു നോക്കൂ. ഒരു 1 ടൈം വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 3 ഔട്ട് ഓഫ് 5 ആണ്.